അമേരിക്ക ഇറാൻ സംഘർഷം മറ്റൊരു വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ്. വഴിത്തിരിവിലേക്ക് എന്നതിനേക്കാൾ നല്ല വാക്ക് വേറൊരു ദിശയിലേക്ക് നീങ്ങുകയാണ് എന്നാണ്. ഇറാന് പിന്നിൽ റഷ്യയുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. റഷ്യൻ ആയുധങ്ങളാണ് അമേരിക്കക്ക് എതിരെ ഇറാൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതും ലോകത്തിന് അറിയുന്ന കാര്യം തന്നെയാണ്. എന്നാൽ ഇതുവരെയും റഷ്യയും അതുപോലെ ചൈനയും രംഗത്ത് വന്നിരുന്നില്ല. ഇപ്പോഴിതാ അമേരിക്കക്ക് എതിരെ, ട്രംപിന് എതിരെ ശക്തമായ നിലപാടെടുത്ത് റഷ്യയും ചൈനയും രംഗത്ത് വന്നിരിക്കുന്നു. റഷ്യയുടെ പ്രസ്താവന പുറത്തു വന്നിട്ടുണ്ട്. ഹോർമിസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ച അമേരിക്കയുടെ നിലപാടിനോട് യോജിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരും അമേരിക്ക എന്ന് പറയുന്നു റഷ്യ. പ്രസ്താവനയുടെ മലയാള പരിഭാഷ ഇങ്ങനെയാണ്: മേഖലയിലെ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഗൗരവത്തോടെയുള്ള നയതന്ത്ര ഇടപെടലുകൾ US നടത്തണമെന്നും അല്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതമുണ്ടാകുമെന്നും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവിൻ്റെതാണ് പ്രസ്താവന. അവിടെയും നിർത്തുന്നില്ല അദ്ദേഹം. അതിനുശേഷം ഒന്നുകൂടി കടുപ്പിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, US ലോക സമാധാനത്തിന് തന്നെ ഭീഷണി ഉയർത്തുകയാണെന്നും അമേരിക്ക ലോക സമാധാനത്തിന് തന്നെ ഭീഷണി ഉയർത്തുകയാണെന്നും ഹോർമുസ് ഉപരോധിക്കുമ്പോൾ പ്രതിസന്ധിയിലാകുന്നത് ഇറാൻ മാത്രമല്ലെന്ന് ഓർമ്മ വേണമെന്നുമാണ് റഷ്യയുടെ നിലപാട്. ആ നിലപാട് റഷ്യ പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു പടി കൂടി കടന്ന് റഷ്യ മറ്റൊരു നീക്കവും കൂടി നടത്തിയിട്ടുണ്ട്. അത് ഇറാൻ വിദേശകാര്യ മന്ത്രിയുമായി ചർച്ച നടത്തുക എന്നതാണ്. ടെലിഫോൺ സംഭാഷണമാണ് നടത്തിയിരിക്കുന്നത്. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചിയും തമ്മിലാണ് ടെലിഫോൺ സംഭാഷണം നടത്തിയിരിക്കുന്നത് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. എന്ന് വെച്ചാൽ റഷ്യ പൂർണ്ണമായും ഇറാന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരികയും ഒരു ഘട്ടം വന്നാൽ അമേരിക്കയ്ക്കെതിരെ പരസ്യ യുദ്ധത്തിന് തന്നെ തയ്യാറാകും എന്ന നിലപാടിലേക്ക് വരികയും ചെയ്യുന്നു. ഈ രണ്ട് രാജ്യങ്ങൾ മാത്രമല്ല, ഇതാ മറ്റൊരു രാജ്യവും കൂടി നിലപാട് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അത് മറ്റാരുമല്ല, ചൈനയാണ്. ചൈനയിലേക്ക് കൊണ്ടുവരുന്ന എണ്ണയിൽ 30% ഇറാനിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ചൈനയുടെ കപ്പലുകളെ തടഞ്ഞാൽ സ്ഥിതിവിശേഷം ഗുരുതരമാകുമെന്ന മുന്നറിയിപ്പ് ചൈന നൽകുകയും ചെയ്തിട്ടുണ്ട് അമേരിക്കയ്ക്ക്. ചൈനയുടെ കപ്പൽ തടയാൻ അനുവദിക്കില്ല. ചൈനയുടെ കപ്പൽ ഹോർമുസ് കടലിടുക്ക് കടന്നു വരും. അത് തടഞ്ഞാൽ, ആ കപ്പലുകളെ തടഞ്ഞാൽ ഗുരുതരമായ പ്രതിസന്ധി നേരിടേണ്ടി വരും അമേരിക്ക. അമേരിക്കയുടെ യുദ്ധ കപ്പലുകളും യുദ്ധവിമാനങ്ങളും ഗുരുതരമായ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് ചൈന നൽകിയിരിക്കുന്നത്. റഷ്യൻ വിദേശകാര്യമന്ത്രി ചർച്ചകൾക്കായി ചൈനയിലേക്ക് പോകും. ബെയ്ജിങ്ങിൽ ചർച്ചകൾ നടക്കും എന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ ഇവർ മാത്രമായിരുന്നു നേരത്തെ സംഘർഷത്തിലുണ്ടായിരുന്നത്. ഇസ്രായേലിനെ മുന്നിൽ നിർത്തി അമേരിക്ക നടത്തിയ നീക്കങ്ങൾ ഇറാനെതിരെ വിജയിച്ചു, ഞങ്ങളിതാ എല്ലാം നേടിക്കഴിഞ്ഞു എന്നൊക്കെ ട്രംപ് അവകാശപ്പെടാറുണ്ട്. എങ്കിലും കനത്ത തിരിച്ചടിയാണ് നേരിട്ട് കൊണ്ടിരിക്കുന്നത്. വൻ നഷ്ടമാണ് അമേരിക്കയ്ക്ക് യുദ്ധത്തിലൂടെ ഉണ്ടാകുന്നത് എന്ന വാർത്തകളും പുറത്തു വരുന്നു. അമേരിക്കയിൽ എണ്ണവില കുത്തനെ ഉയരുന്നു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇറാനെതിരെ നടത്തിയ നീക്കം ഒരു വലിയ നഷ്ടക്കച്ചവടമായി അമേരിക്കയ്ക്ക് മാറിക്കഴിഞ്ഞു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. അപ്പോഴെല്ലാം സംഘർഷം അമേരിക്ക, ഇറാൻ, ഇസ്രായേൽ എന്നിവിടങ്ങളിൽ ഒതുങ്ങി നിന്നിരുന്നു. അതിൽ നിന്ന് മറ്റൊരു തലത്തിലേക്ക് റഷ്യയും കളത്തിലിറങ്ങുന്നു, ചൈനയും കളത്തിലിറങ്ങുന്നു. റഷ്യൻ വിദേശകാര്യമന്ത്രി ചൈനയിലെത്തി വിദേശകാര്യ മന്ത്രിമാരുമായും ഉദ്യോഗസ്ഥരുമായും ചർച്ച നടത്തുന്നു. ഭാവി നീക്കം എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ച് സംയുക്ത നീക്കത്തിന് തയ്യാറെടുക്കുന്നു റഷ്യയും ചൈനയും. ചൈന അമേരിക്കയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നു. എന്ന് വെച്ചാൽ യുദ്ധം കളം മാറുകയാണ് എന്ന് പറയേണ്ടി വരും. വരും ദിവസങ്ങളിൽ യുദ്ധം അവസാനിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സർവനാശത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന ആശങ്ക ലോകത്തിനുണ്ട്. ഇത് മനസ്സിലാക്കുന്നുണ്ട് അമേരിക്ക. അതുകൊണ്ട് തന്നെ വെടിനിർത്തൽ അവസാനിക്കുന്നതിന് മുമ്പ് 5 ദിവസം മുമ്പ് വീണ്ടും ചർച്ച നടത്താൻ തയ്യാറാണ് എന്ന നിലപാടിലേക്ക് അമേരിക്ക ഇപ്പോൾ എത്തിയിട്ടുണ്ട്. റഷ്യയുടെയും അതോടൊപ്പം തന്നെ ചൈനയുടെയും സമ്മർദ്ദം അതിലുണ്ട്. അതേപോലെ റഷ്യ മധ്യസ്ഥം വഹിക്കാൻ തയ്യാറാണ് എന്ന നിലപാടുമായി രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ ആ നിർദ്ദേശത്തെ അംഗീകരിക്കാൻ ഇതുവരെ ട്രംപ് ഭരണകൂടം തയ്യാറായിട്ടില്ല എന്ന വസ്തുതയും കിടക്കുന്നു. എന്ന് വെച്ചാൽ കാര്യങ്ങൾ എളുപ്പമല്ല.
കൈവിട്ടു പോവുകയാണ്, ഒരു വൻ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണോ എന്ന ചർച്ചകൾ ഇപ്പോൾ ലോകത്ത് നടക്കുന്നു. അമേരിക്കയെ സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന നാറ്റോ സഖ്യരാജ്യങ്ങൾ ഇതുവരെയും അമേരിക്കയ്ക്ക് അനുകൂലമായി രംഗത്ത് വന്നില്ല എന്നുകൂടി ഓർക്കണം. എന്ന് വെച്ചാൽ അമേരിക്ക പൂർണ്ണമായും ഒറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. എന്തായാലും ചൈനയും റഷ്യയും ഇറാൻ അനുകൂലമായി രംഗത്തിറങ്ങിയാൽ അത് ലോകത്തിൻ്റെ ഗതി തന്നെ മാറ്റിയേക്കും എന്ന ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്.